ഉറുപ്പിക ചെലവ് ചെയ്തിട്ട് ആശ്രയ പദ്ധതി 92 പേർക്ക് ഗുണഭോക്താക്കൾ. എന്താണ് ആ ഏർപ്പാട്? 92 ഗുണഭോക്താക്കളടങ്ങുന്ന കുടുംബശ്രീ സംവിധാനം സർവേ നടത്തി ഫോം ചെയ്ത ഒരു പദ്ധതിയാണ് ആശ്രയ പദ്ധതി. അതായത് 21 പേർക്ക് വീടും സ്ഥലവും ഇല്ലാത്ത ഗുണഭോക്താക്കളാണ്. ആദ്യപടി എന്നോണം ഞങ്ങൾ ആ 21 പേർക്കും വസ്തു വാങ്ങി വീട് വെച്ചു നൽകി. ബാക്കി വരുന്ന കുടുംബങ്ങൾക്ക് ഇപ്പോൾ വീട് പൂർണ്ണമായി ഈ സാമ്പത്തിക വർഷം കൊണ്ട് ഞങ്ങൾ അവരുടെ വീടിൻ്റെ പണിയെല്ലാം പൂർത്തീകരിക്കും. ഇനി 11 കുടുംബങ്ങൾക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങൾ വീട് വെച്ച് കൊടുക്കാനുള്ളത്. ഈ വർഷം അത് പൂർത്തീകരിക്കും. EMS ഭവന പദ്ധതിയിൽ അവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഞങ്ങൾ പ്രത്യേകം പ്രോജക്റ്റ് വെച്ച് അവരെ ഈ പ്രാവശ്യം പൂർത്തീകരിക്കുകയാണ്. നിങ്ങളുടെ ഏറ്റവും നല്ല കാര്യം എന്ന് എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ടിരിക്കുന്നത് വിളപരിപാലനത്തിലോ പശുപരിപാലനത്തിനോ അങ്ങനെ സെക്ടേറിയനായിട്ട് കാര്യങ്ങൾ ചെയ്യാതെ മൊത്തത്തിൽ കാർഷിക മേഖലയിൽ കൃഷിക്കാർക്ക് ഉൽപ്പാദനവും ആദായവും വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു മികച്ച ഏകോപന സംവിധാനം പഞ്ചായത്ത് സൃഷ്ടിച്ചിരിക്കുന്നു. അതിന് പഞ്ചായത്തിന് അനുമോദനം. അതൊരു വലിയ മാതൃകയാണ്. കൃഷി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതിലുള്ള ശ്രദ്ധ വളരെ വർദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടൊരു സംവിധാനം സൃഷ്ടിക്കണം. ഇപ്പം നല്ല കരിമീൻ വാങ്ങാൻ കരുവാറ്റ പഞ്ചായത്തിൽ ഫോൺ ചെയ്താൽ മതി എന്നുള്ളൊരു സ്ഥിതിവിശേഷം ഉണ്ടെങ്കിൽ അതാണ് പറയുന്നത്. നിങ്ങൾ അതിനെ ഈ കാർഷിക വിഭവങ്ങളുടെ വിപണനത്തിൽ ശ്രദ്ധിച്ചാൽ മാത്രം പോരാ. നിങ്ങളുടെ സംഘടനയുമായി ഒത്തുചേർന്ന് വിപണനം നടത്തിയാൽ കൃഷിക്കാർക്കും വീട്ടമ്മമാർക്കും കൂടുതൽ പണം കിട്ടുന്ന ഒരു സംവിധാനം നിങ്ങൾ സൃഷ്ടിക്കണം. അതിന് മാതൃകകളുണ്ട്. അതിനുള്ള മാതൃകകളെ നിങ്ങൾ പരമാവധി ഉപയോഗിക്കണം. നിങ്ങൾക്ക് കരുവാറ്റയിൽ നിന്നും കേരളത്തിലെ കൃഷിക്കാർക്ക് ഒരു നല്ല മാതൃക എന്നതിന് സന്തോഷം. നമ്മുടെ കരുവാറ്റ എല്ലാവരും അറിയുന്നത് എന്തുകൊണ്ടാണ്? ഏറ്റവും പ്രധാന നാഷണൽ ഹൈവേയിൽ ഏറ്റവും സ്പീഡിൽ വണ്ടികൾ ഓടുന്ന സ്ഥലമാണ്. ഏറ്റവും അധികം അപകടങ്ങൾ ഉണ്ടാകുന്ന അവിടെയാണ്. ഇവിടെ സുരക്ഷാ സംവിധാനം റോഡിൻ്റെ സൈഡിലെന്നുള്ളത് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത്. അവിടെ അപകടം ഉണ്ടാകുമ്പോൾ വണ്ടികൾ തമ്മിലുള്ള അപകടം അല്ല, അതിന് ആൾക്കാർക്ക് ഉണ്ടാകുന്ന അപകടങ്ങളിൽ കൂടുതലും കരുവാറ്റക്കാർക്കാണ് ഉണ്ടാകാൻ പോണത്. സാർ, കരുവാറ്റയിൽ അപകടം ഉണ്ടാകുന്ന മേഖലയിൽ NH-മായി ബന്ധപ്പെട്ട് ഇപ്പം ലൈറ്റ് പ്രസ്താവിക്കുകയും ബോർഡുകൾ വെക്കുകയും സ്പീഡ് കുറച്ച് വിടാൻ വേണ്ടി നിയമപരമായി നടത്തുന്ന ബോർഡ് വെപ്പിക്കുകയും ചെയ്തു. അവിടെ അങ്ങനെയുള്ളതിന് എന്തെങ്കിലും ഒരു എന്താ വെച്ചാൽ കരുവാറ്റ അറിയപ്പെടുന്ന കാലത്ത് പത്രം നോക്കുമ്പോഴാണ് കരുവാറ്റയിൽ അവിടെ ആ വണ്ടി ഇടിച്ചല്ലേ യാത്രക്കാരൻ കാൽനടക്കാരൻ വീണു. പിന്നെ അതോടൊപ്പം എനിക്ക് പറയാനുള്ള ഒന്ന്, കരുവാറ്റ പഞ്ചായത്തിന് ഈ നാഷണൽ ഹൈവേയുടെ ആ സൗകര്യം അതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കാം. ഇപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പച്ചക്കറി വിൽപ്പനയ്ക്കുള്ള കേന്ദ്രങ്ങൾ നിങ്ങളുടെ ഇതായിട്ട് തന്നെ തുടങ്ങിയിട്ടുണ്ടോ? തുടങ്ങാൻ പോകുന്നുണ്ട്. പ്രത്യേകിച്ചും ആ സ്കൂളിൻ്റെ ആ ഭാഗത്തോ ഇല്ലെങ്കിൽ 2 വശത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ നമ്മുടെ ഇവിടെ മറ്റേ എസൽപുരത്ത് ചെയ്തിരിക്കുന്ന പോലെ അത് വളരെയധികം ഇതാണ്. കരുവാറ്റയിൽ നിങ്ങൾ ചെയ്ത ഇത്രയും പ്രവർത്തനങ്ങൾ ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. അതായത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ ഇതിപ്പം അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എന്താ തോന്നുന്നത്? ഇപ്പം തോന്നുന്നത് ഞങ്ങൾ ഇത്രയും ചെയ്യുമ്പോഴും അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ സംസ്കരിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് ആവശ്യമായി എത്തിക്കാവുന്ന അടിസ്ഥാന സൗകര്യം ഇപ്പോഴുമില്ല. ആവശ്യമായ സംഭരണശാലയും ഒരു മോഡേൺ റൈസ് മില്ലും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ജനങ്ങൾക്ക് മറ്റാരെയും ആശ്രയിക്കാതെ ജീവിക്കാൻ പറ്റുമായിരുന്നു. അതിനുള്ള റെസൊല്യൂഷൻ ഞങ്ങൾ ഗവൺമെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ കർഷകർ അതിനാവശ്യമായ സ്ഥലം വിട്ടു നൽകാമെന്ന് ഞങ്ങളോട് ഏറ്റിട്ടുണ്ട്. തീർച്ചയായും അതും കൂടി നടപ്പാക്കണമെന്നാണ് ഞങ്ങളുടെ ഭരണസമിതിയുടെ ആഗ്രഹം. എല്ലാ സൗകര്യങ്ങളും ഉടനെ തന്നെ ലഭിക്കട്ടെ. ഇവിടെ നിന്ന് പോയാലും ജനങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിലും തീർത്തും പഞ്ചായത്തിനോടൊപ്പം സഹായിക്കുമെന്ന് കൂടി അറിയിക്കുകയാണ്. നമ്മുടെ ജഡ്ജസ് എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. ഇപ്പം മാർക്സിലൂടെ ആ സന്തോഷം ഇവരിലേക്കും കൂടെ പകരട്ടെ. കണമാഷ്, എൻ്റെ മാർക്ക് 15-ൽ 12.5. 15-ൽ 12.5. 10-ൽ 8. 10-ൽ 8. കരുവാറ്റയ്ക്ക് 60-ൽ 48 മാർക്സാണ് ലഭിച്ചിരിക്കുന്നത്. നല്ല മാർക്സ് അല്ലേ? അപ്പം എന്തായാലും ഇവരുടെ ഈ പദ്ധതികളോട് നിങ്ങൾ അനുകൂലിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ഇവർക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോമാറ്റ് GKE സ്പേസ് KVTA സ്പേസ് 10-ൽ നിങ്ങൾ നൽകുന്ന മാർക്സ് 537252 എന്ന നമ്പറിലേക്ക് അയക്കുക. കുട്ടികളെല്ലാം ഇപ്പോൾ അവതാറിന്റെ ആരാധകരാണ്. കുട്ടികൾ മാത്രമല്ല, ബൊളീവിയൻ പ്രസിഡന്റ് ഇവ മൊറീൽസും ഇപ്പോൾ അവതാറിന്റെ കടുത്ത ഫാനാണ്.
ചെറിയ സമൂഹങ്ങൾക്ക് മേൽ നടക്കുന്ന കയ്യേറ്റങ്ങളെ അവതരിപ്പിച്ചതാണ് ഇവാ മൊറേൽസിനെ അവതാറിലേക്ക് അടുപ്പിച്ചത്. നമുക്കും സംരക്ഷിക്കാം നമ്മുടെ പാൻഡോറുകളെ. ഗ്രീൻ കേരള എക്സ്പ്രസിന്റെ ഇന്നത്തെ അധ്യായം പൂർണ്ണമാവുകയാണ്. മറ്റൊരു ഗ്രാമത്തിന്റെ കാഴ്ചയുമായി വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം. ശുചിത്വ കേരളം, സുന്ദര കേരളം, ഗ്രീൻ കേരള എക്സ്പ്രസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുചിത്വ മിഷൻ. എന്റെ കേരളം മാലിന്യമുക്തം.